നമസ്കാരം. ഞാൻ ഡോക്ടർ വിനു ബാലകൃഷ്ണനാണ്. കിംസ് ഹെൽത്തിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അഥവാ മിനിമലി ഇൻവേസീവ് സർജറി. ഗൈനക്കോളജിയിൽ തന്നെ ഏതെങ്കിലും ഒരു അവയവത്തിൽ ശസ്ത്രക്രിയ ചെയ്യണമെങ്കിൽ നമ്മുടെ രോഗിയുടെ വയറ് തുറക്കേണ്ട ഒരു രീതിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. കീഹോൾ സർജറി വന്നപ്പോൾ രോഗിക്ക് ആ മുറിവ് ഇല്ലാതെ തന്നെ പല ഗൈനക്കോളജിക്കൽ ശസ്ത്രക്രിയകളും ചെയ്യാൻ ലാപ്രോസ്കോപ്പി വഴി സാധിച്ചു. ഇത് കാരണം രോഗിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ്, അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുള്ള വേദന സംഹാരിയുടെ ഉപയോഗമൊക്കെ വളരെയധികം കുറയ്ക്കാനും അവരുടെ ദൈനംദിന ജീവിത രീതിയിലോട്ട് തിരിച്ചു പോകാനും വളരെ വേഗം ഈ ശസ്ത്രക്രിയ കൊണ്ട് സാധിച്ചു. ഇന്ന് നമ്മുടെ തിരുവനന്തപുരം കിംസ് ഹെൽത്തിൽ ഏഷ്യ പസഫിക് റീജിയനിലുള്ള ഏറ്റവും ആധുനികമായ ഡാവിൻസി X1 എന്ന സിസ്റ്റമാണ് ഇവിടെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ തന്നെ ഉപകരണങ്ങളെല്ലാം വയറിലേക്ക് എത്തുന്നത് ചെറിയ ദ്വാരങ്ങളിൽ കൂടെയാണ്. എന്നാൽ ആ ദ്വാരങ്ങളിലും ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് അത് രോഗിക്ക് പിന്നീട് വേദന ഉണ്ടാവാനും സാധ്യത ഉള്ളത് ഈ റോബോട്ടിക് ശസ്ത്രക്രിയയിൽ ആ ചലനങ്ങൾ പോലും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 10 തൊട്ട് 15 മടങ്ങാണ് അത് വലുതാക്കി ശസ്ത്രക്രിയ വിദഗ്ധന് ഓരോ അവയവവും കാണിക്കുന്നത്. അത് കാരണം വളരെ പ്രിസൈസ് ആയിട്ട് ശസ്ത്രക്രിയ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. ഇത് മാത്രമല്ല, ബ്ലഡ് ലോസിൻ്റെ ഇതും വളരെയധികം കുറയ്ക്കുകയും പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് വളരെ അൺഇവൻഫുൾ ആവാക്കാനും റോബോട്ടിക് ശസ്ത്രക്രിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാധാരണ യൂട്രസ് റിമൂവ് ചെയ്യുക, യൂട്രസിലെ മുഴകൾ, അതായത് മയോമെക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഓവറിയിലെ മുഴകളും മാറ്റാൻ റോബോട്ടിക് ശസ്ത്രക്രിയ സഹായിക്കുന്നുണ്ട്. പിന്നെ ഗർഭാശയ അർബുദ രോഗങ്ങൾക്കാണ് കൂടുതലായിട്ട് റോബോട്ടിക് ശസ്ത്രക്രിയ ഉപകാരപ്രദമാവാൻ പോകുന്നത്. ഏകദേശം അർബുദത്തെ പോലെ പെരുമാറുന്ന എന്നാൽ അർബുദമല്ലാത്ത എൻഡോമെട്രിയോസിസ് എന്ന അസുഖം പലപ്പോഴും ബാധിക്കുന്നത് കുട്ടികളില്ലാത്ത ചെറുപ്പക്കാരായ സ്ത്രീകൾക്കായിരിക്കും. ഫെർട്ടിലിറ്റി പ്രിസർവിംഗ് സർജറി, അവർക്ക് യാതൊരു വിധത്തെ അവയവത്തിന് ദോഷം വരാതെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖം മാറ്റാനും ഈ റോബോട്ടിക് ശസ്ത്രക്രിയ വളരെയധികം സഹായിക്കാറുണ്ട്. പിന്നെ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുന്നത് സൂചിപ്പിച്ചതുപോലെ റോബോട്ടല്ല, ശസ്ത്രക്രിയ വിദഗ്ധൻ തന്നെയാണ്. അദ്ദേഹം ഒരു കൺസോളിൽ നിന്ന് ഒരു ത്രിമാന ചിത്രത്തിൽ ഈ ഓപ്പറേറ്റിംഗ് ഫീൽഡിനെ പറ്റി ഒരു കൺസോളിൽ കാണും. അവിടെ നിന്നോട്ട് കൊണ്ടാണ് അദ്ദേഹം ശസ്ത്രക്രിയ ചെയ്യുന്നത്. പക്ഷേ രോഗിയുടെ ചുറ്റും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റും വിദഗ്ധമായ പരിശീലനം കിട്ടിയ നഴ്സുമാരും ടെക്നീഷ്യൻസും കൂടെ നിന്നിട്ടാണ് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ജസ്റ്റ് റോബോട്ട് ശസ്ത്രക്രിയ വിദഗ്ധൻ്റെ ഒരു അനുസരണയുള്ള ഒരു അസിസ്റ്റൻ്റായിട്ട് മാത്രമേ അവിടെ പെരുമാറുന്നുള്ളൂ. ത്രിമാനമായിട്ടുള്ള ഒരു ചിത്രം അത് തരുന്നുണ്ട്. അവയവങ്ങളുടെ വളരെയധികം 10 തൊട്ട് 15 മടങ്ങ് വികസിപ്പിച്ചിട്ടാണ് ഓരോ അവയവങ്ങളും കാണിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് അർബുദ ശസ്ത്രക്രിയയിലും എൻഡോമെട്രിയോസിസിലും എല്ലാം നമ്മുടെ കഴലുകളൊക്കെ മാറ്റണോ, അല്ലെങ്കിൽ ഇൻസിഷൻ എല്ലാം എവിടെ ഇടണം, ഏത് സ്ഥലത്താണ് ശരിയായ ആരോഗ്യമുള്ള കോശങ്ങൾ, എവിടെയാണ് അനാരോഗ്യമുള്ള കോശങ്ങൾ എന്നെല്ലാം തിരിച്ചറിയാൻ ശസ്ത്രക്രിയ വിദഗ്ധന് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ ഉപയോഗപ്രദമായിട്ട് കാണുന്നു. ചില ശസ്ത്രക്രിയ വിദഗ്ധർക്ക് ഒരു കയ്യിൽ ചെറിയ ഒരു വളരെയധികം വിറയലോ ട്രെമറോ ഉണ്ടാവും. ഇതെല്ലാം ഈ റോബോട്ടിക് ശസ്ത്രക്രിയ ഒരു പരിധി വരെ ആ ട്രെമറെല്ലാം സപ്രസ് ചെയ്തതുകൊണ്ട് വളരെ പ്രിസിഷനായിട്ടുള്ള സർജറി ചെയ്യാനും, എന്നാൽ ഫോർ ഗൈനക്കോളജിക്കൽ സർജറികളിൽ അരക്കെട്ടിൻ്റെ അകത്ത് വളരെ ഡീപ്പായിട്ടുള്ള സ്പേസസിൽ സൂച്ചർ ചെയ്യാനും എല്ലാം റോബോട്ടിക് ശസ്ത്രക്രിയ വളരെയധികം ഉപയോഗപ്രദമായിരിക്കും.